സേമിയ നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. ഞാനിത് ട്രൈ ചെയ്തത് എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറായ നെസ്ബക്കറിലെ നെസ്രിയാത്ത ഉണ്ടാക്കിയതാണ്. ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല, നല്ല കിടുക്കാച്ചി ഐറ്റം തന്നെയാണ്. ഇതിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാന വേണം, പിന്നെ വേണ്ടുന്നത് സേമിയ, ശർക്കര, തേങ്ങ, ഈ ഐറ്റംസൊക്കെയാണ് വേണ്ടുന്നത്. നമ്മൾ ബനാന നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിക്കുന്നത് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. നമ്മൾ റോസ്റ്റ് ചെയ്ത് സേമിയ വാങ്ങുവാണെങ്കിൽ നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണ്ട, നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ റോസ്റ്റഡ് സേമിയ അല്ലാത്തതുകൊണ്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേറെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ ഒരു ബനാന നന്നായിട്ടൊന്ന് വേവിച്ചുടച്ചെടുക്കണം. നന്നായിട്ട് ഒരുവിധം വെന്തുടയാൻ തുടങ്ങുമ്പോഴും നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെ മൂപ്പിച്ചായാലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർത്തത് കടലപ്പരിപ്പാണ്. അതിനുശേഷം പിന്നെ ശർക്കരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ആഡാക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായ സേമിയാണ്. സേമിയയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനും വൈകിട്ട് കൊടുക്കാനും പിന്നെ വിരുന്നുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അങ്ങനെ പിന്നെ വാഴയില വാട്ടി അതിലേക്ക് നമ്മളത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അന്നേരം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പർ ഐറ്റം തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷുമാണ്. അന്നേരം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും